മോർണിംഗ്. ഹലോ, കമ്മീഷണർ ഹിയർ. DGP ആണ് സർ, പ്ലീസ്. ചൈതന്യ നഗറിൽ നിന്ന് 1-2 പേര് വിളിച്ചിരുന്നു. ഒരു പ്രശ്നമുണ്ട്. അറിയാം സർ. 2 ദിവസം മുമ്പ് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പം തന്നെ അവിടുത്തെ CAയും SIയും വിളിച്ചാൽ സംസാരിച്ചിരുന്നു. പിന്നെ ഇന്റലിജൻസ് വിങ്ങിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഒരാളെ നിയോഗിച്ചിട്ടുമുണ്ട്. ഓ, അപ്പൊ താൻ അഡ്വാൻസായി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഗുഡ്. VIP-കൾ താമസിക്കുന്ന കോളനിയാണ്. വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കണം. പിന്നെ DIG നാളെ ചാർജ് എടുക്കൂ. തനിക്കാ റെസ്പോൺസിബിലിറ്റി. എത്ര വമ്പന്മാരായാലും യു ടേക്ക് ബോൾഡ് ആക്ഷൻ. യെസ് സർ. വിശദമായിട്ട് അന്വേഷിച്ച് അപ്പം റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സഞ്ജീവിന് വിവരം കിട്ടിക്കഴിഞ്ഞു. അയാൾ നടപടി എടുത്തു കഴിഞ്ഞു. ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും കിട്ടിയിട്ടില്ല. വെറും ഒരു ഫോൺ കാളിന്റെ പേരില്. അല്ലെങ്കിൽ തന്നെ കമ്മീഷണർ ഇതിൽ ഇടപെടേണ്ട കാര്യമെന്താ? ബന്ധപ്പെട്ട CIയോടോ SIയോടോ അന്വേഷിക്കാൻ പറഞ്ഞാൽ പോരെ? പോരാ. സംസ്ഥാനത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിരുന്ന ഈ നഗരത്തെ ചാർജ് എടുത്ത 6 മാസത്തിനുള്ളിൽ സമാധാന മേഖലയാക്കി മാറ്റാൻ സഞ്ജീവന് കഴിഞ്ഞു. ഇനി അഥവാ അങ്ങനെ ഒരു മാഫിയ സംഘം ഉണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളാനും സഞ്ജീവന് കഴിയും. സഞ്ജീവനെ കഴിയൂ. ഓ, അങ്ങനെ. അല്ല, സഞ്ജീവന് ഷൈൻ ചെയ്യാനുള്ള അവസരം സാറുണ്ടാക്കി കൊടുക്കണം. മരുമകനാകാൻ പോകുന്ന ആളല്ലേ? സാർ, ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല. തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളൂ. പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ. അവളെ കസ്റ്റഡിയിൽ എടുക്കാൻ രാമകൃഷ്ണൻ പോയിട്ടുണ്ട്. ഓക്കെ, വേറെ വകുപ്പുകളുണ്ടല്ലോ, അതെന്തായി? അത് ദാമോദരന്റെ ചാർജിലുള്ള കേസാ. അവനും അന്വേഷണത്തിന് പോയിരിക്കുക. അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആവുമ്പോൾ അറിയിച്ചാൽ മതി. സാർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷി ഉണ്ട്. സംഗീത കോളേജിൽ പഠിക്കുക. നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സൈരിപ്പിച്ചൂടെ സാർ? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സാർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പൊ തന്നെ 2 ഭാര്യമാരില്ലേ? ഇനി എണ്ണം കൂട്ടണ്ട. യെസ് സാർ. 2 ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ വാരണ്ട. അതിസൽഫേരി സദാനന്ദന്റെ കഴിവ്. അതാണെന്താ? നോ സാർ. കേട്ടോ? ഭാഗവതരി മാമ, ഒന്ന് വേഗം വാ. വരുന്നതൊക്കെ കൊള്ളാം. എന്റെ മോക്ക് പറഞ്ഞു സമ്മതിച്ച കാശ് കിട്ടണം. അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ. ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ. അയ്യോ, പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ. അതുകൊണ്ട് മാമൻ വിഷമിക്കണ്ട. മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ ആ. വെറുതെ കശപിശ ഉണ്ടാക്കാതെ ബാ മാമ ബാ. DGPയുടെ മോളെ, ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ? നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും. ആണോ? വലക്കല്ലേ മോളെ. ഏയ്, നല്ലവളാ. മോന്ത കണ്ടറിയില്ലേ? ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ. അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ, മല്ലിക. അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. നല്ല താളം, ശ്രുതി, സ്വരസ്ഥാനം ഭയങ്കരം. 4.5 കട്ടയ്ക്ക് ഒരു പിടി പിടിച്ചതാണ് സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. DG വന്നു. വെയിറ്റ് ചെയ്യാൻ പറയൂ. യെസ് സർ. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് ചാർജ് എടുത്തോട്ടെ സാർ. നമുക്ക് അനുബലവിലേക്ക് കടക്കാം. എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒളിപ്പിച്ചോളൂ. ജോയിൻ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. വേഗം മാറ്റണം എടുത്ത് പ്ലീസ്. സാർ നാളെ ചാർജ് എടുക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം സാർ.
ഇത്രയും പ്രായമായിട്ടും പെൻഷനാകാറായില്ലേ? ഞാൻ ഇവളുടെ അച്ഛനാ സാർ. മോക്ക് കൂടെ എന്തായിരിക്കും? എന്താ വനിതാ പോലീസ് യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സാർ, തന്റെ കക്ഷത്തിൽ എന്താടോ? ലാത്തി. ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരോടെ ലാത്തി ഇറക്കി തുടങ്ങിയോ? Sorry, sir. എന്തൊക്കെയാ കമ്മീഷണർ ഇത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു സാർ. ഇതെന്താ മ്യൂസിക് കോളേജാ? അല്ല സാർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ വല്ലപ്പോഴും ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിനോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് ട്രൂപ്പ് നിർത്തണോ? കമ്മീഷണർ ഓഫീസിൽ പാട്ടും കൂത്തും എന്ത് തോന്നിയസാകാത്തോ? സാർ. ആട്ടെ, പാടിയ പാട്ട് അമീർ കല്യാണിയല്ലേ? അല്ല സാർ, ഇവളുടെ പേര് നിത്യ കല്യാണി എന്നാ. Shut up. രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താൻ എങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സാർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറുടെ കുത്തകാലത്ത് എഴുതിയോ? എല്ലാം എടുത്തങ്ങോട്ട് നിരത്താൻ പറയണോ? സാർ, come on. എടോ, കാക്കയ്ക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. കാക്കയ്ക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിന്റെ അകമാനത് കല്ലൽ ഇരുമ്പല്ല, ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കണോ കമ്മീഷണറെ? സാർ. നമുക്ക് പറ്റിയ DIG സാർ.